നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്ന് 8 കിലോ കഞ്ചാവ് പിടികൂടി. 2 ഒഡീഷ സ്വദേശികൾ പിടിയിൽ. ബസിൽ കുഴഞ്ഞുവീണ യുവതിക്ക് ചികിത്സയൊരുക്കി ബസ് ജീവനക്കാർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണീസ് ബസിലാണ് സംഭവം. വാടാനപ്പള്ളി പാലാടിയിൽ യുവാവിനെ ആക്രമിച്ച് ഒളിവിൽ പോയ വധശ്രമ കേസ് പ്രതിയടക്കം 3 പേരെ കൊടൈക്കനാലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി പൂവത്തിങ്ങലിൽ ട്യൂഷൻ ക്ലാസിന്റെ മുന്നിൽ വച്ചിരുന്ന സൈക്കിൾ മോഷ്ടിച്ച പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഓണം കഴിഞ്ഞ് പൂവിട്ട ചെണ്ടുമല്ലികൾ ഇപ്പോൾ യാത്രക്കാരുടെ മനം കവരുകയാണ്. തൃശൂർ അമ്മാടം പൂത്തറക്കലിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്ന് 8 കിലോ കഞ്ചാവ് പിടികൂടി. 2 ഒഡീഷ സ്വദേശികൾ പിടിയിൽ. തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. ട്രെയിനിൽ കൊണ്ടുവന്ന 8 കിലോ കഞ്ചാവ് പിടികൂടി. ഒഡീഷ സ്വദേശികളായ 2 യുവാക്കൾ പിടിയിൽ. സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 4 പാക്കറ്റുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെത്തിയത്. ഒഡീഷ സ്വദേശികളായ യസന്തൻ, മീഹർ പ്രധാൻ എന്നിവരാണ് പിടിയിലായത്. ബസിൽ കുഴഞ്ഞുവീണ യുവതിക്ക് ചികിത്സയൊരുക്കി ബസ് ജീവനക്കാർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണീസ് ബസിലാണ് സംഭവം. തൃശൂരിലേക്ക് ജോലിക്കായി വരികയായിരുന്ന മുണ്ടൂർ സ്വദേശിനിയായ യുവതി കുഴഞ്ഞു വീണതിനെ തുടർന്ന് ബസ് അശ്വിനി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിച്ച യുവതിക്ക് അടിയന്തര ചികിത്സ നൽകി. വാടാനപ്പള്ളി പാലാടിയിൽ യുവാവിനെ ആക്രമിച്ച് ഒളിവിൽ പോയ വധശ്രമ കേസ് പ്രതിയടക്കം 3 പേരെ കൊടൈക്കനാലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മണലൂർ പാണ്ടാരൻ വീട്ടിൽ പവൻദാസ്, മണലൂർ പാലാടി വിളക്കേത്ത് വീട്ടിൽ വിഷ്ണുദേവ്, മണലൂർ പാലാടി തണ്ടയിൽ വീട്ടിൽ രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ കണ്ടശാങ്കടവ് മാമ്പുള്ളി സ്വദേശി പാറയ്ക്ക് വീട്ടിൽ ആഷിഖ് വർഗീസ് എന്നയാളെയാണ് ഈ മാസം 3 രാത്രി പാലാടിയിലെ വായനശാലയ്ക്ക് സമീപം തടഞ്ഞു നിർത്തി ഇവർ ആക്രമിച്ചത്. പരാതി പ്രകാരം അന്തിക്കാട് പോലീസാണ് കേസെടുത്തത്. പ്രതികൾ കൊടൈക്കനാലിലേക്ക് കടന്നതായി വിവരം ലഭിച്ചതോടെ അന്വേഷണ സംഘം അവിടേക്ക് പോയാണ് 3 പേരെയും പിടികൂടിയത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ AS സരിൻ, സബ് ഇൻസ്പെക്ടർ അഫ്സൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രതീഷ്, കിരൺ, CPO സജു എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചാലക്കുടി പൂവത്തിങ്കലിൽ ട്യൂഷൻ ക്ലാസിന്റെ മുന്നിൽ വച്ചിരുന്ന സൈക്കിൾ മോഷ്ടിച്ച പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി പൂവത്തിങ്കലിൽ ട്യൂഷൻ ക്ലാസിന്റെ മുന്നിലുള്ള റോഡിൽ വച്ചിരുന്ന പരിയാരം സ്വദേശി ജോസ് എന്നയാളുടെ മകന്റെ സൈക്കിൾ മോഷ്ടിച്ച പരിയാരം പൊട്ടക്കാരൻ വീട്ടിൽ ശ്യാം എന്നയാളെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ MK സജീവ്, ER സിജുമോൻ, ASI വിനോദ്, CPO അമൽ മോഹൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഓണം കഴിഞ്ഞ് പൂവിട്ട ചെണ്ടുമല്ലികൾ ഇപ്പോൾ യാത്രക്കാരുടെ മനം കവരുകയാണ്. തൃശൂർ അമ്മാടം പൂത്തറക്കൽ പാടത്തെ പാതയോരത്താണ് ഓണം കഴിഞ്ഞ് ആഴ്ചകൾ പിന്നിട്ടിട്ടും പൂക്കൾ വസന്തം തീർക്കുന്നത്. 5 വർഷം മുൻപ് വരെ ഈ പാതയോരം മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഇടമായിരുന്നു. അതിനൊരു മാറ്റം വേണമെന്ന ചിന്തയാണ് വാർഡ് മെമ്പർ ജെയിംസ് മാസ്റ്ററെ പൂകൃഷിയിലേക്ക് എത്തിച്ചത്. ഓണക്കാലത്ത് 2000 ചെണ്ടുമല്ലി തൈകളാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ സഹായത്തോടെ നട്ടത്. എന്നാൽ ഓണ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴ മൂലം ഇത്തവണ നട്ട ചെണ്ടുമല്ലി തൈകൾ ഓണത്തിന് പൂവിട്ടില്ല. പൂവിടൽ ഓണം കഴിഞ്ഞായതിനാൽ വിളവെടുപ്പും വേണ്ടെന്ന് വെച്ചു. ഇതോടെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലികളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വഴിയാത്രക്കാരുടെ തിരക്കാണ്. ആസ്വാദകരുടെ എണ്ണം കൂടിയതോടെ ഒരു സെൽഫി പോയിന്റും സ്ഥാപിച്ചു. സംഭവം ക്ലിക്കായതോടെ സമീപത്തായി ചാരുബെഞ്ച്, ഊഞ്ഞാൽ, കുടിൽ എന്നിവ സ്ഥാപിക്കാനും പാതയുടെ ഇരുവശത്തും സ്ഥിരമായി അലങ്കാര ചെടികൾ നട്ടുപിടിപ്പിക്കാനുമാണ് തീരുമാനം.
പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു. വനം വകുപ്പ് മന്ത്രി A.K. ശശീന്ദ്രൻ ഓൺലൈനായി യോഗം ഉദ്ഘാടനം ചെയ്തു. ഒക്ടോബർ 28-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സുവോളജിക്കൽ പാർക്ക് നാടിന് സമർപ്പിക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ മന്ത്രി K. രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് DS പ്രിൻസ്, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സ്പെഷ്യൽ ഓഫീസർ KJ വർഗീസ്, സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ VN നാഗരാജ്, മുൻ MLA MP വിൻസെന്റ് തുടങ്ങിയവർ സംസാരിച്ചു. ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായ ജോൺ കോയുടെ നേതൃത്വത്തിൽ 23 ആവാസ ഇടങ്ങളാണ് പാർക്കിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. ജീവജാലങ്ങൾക്ക് സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഓരോ സോണുകളും. രാജ്യത്ത് ആദ്യമായി AI സാങ്കേതിക വിദ്യയുടെ പിന്തുണയോടെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെ മൃഗങ്ങളെ കണ്ടാസ്വദിക്കാനും അവയുമായുള്ള ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാക്കാനും ഹോളോഗ്രാം സൂവിൽ സൗകര്യമൊരുക്കും. പാർക്കിനോട് ചേർന്ന് പെറ്റ് സൂ കൂടി ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളും ആയിക്കഴിഞ്ഞു. പാർക്കിന്റെ ഉദ്ഘാടനം വിവിധങ്ങളായ പരിപാടികളോടുകൂടി നാടാകെ ഒന്നിച്ച് ഉത്സവ അന്തരീക്ഷത്തിൽ നിർവഹിക്കുമെന്ന് മന്ത്രി K. രാജൻ അറിയിച്ചു. ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസത്തിനു ശേഷം പൊതുജനങ്ങൾക്ക് പൂർണ്ണമായ തോതിൽ പാർക്കിൽ പ്രവേശനം നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 55 രൂപ കൂടി ഗ്രാമിന് 10,585 രൂപ, പവന് 84,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തുനിന്ന് 8 കിലോ കഞ്ചാവ് പിടികൂടി. 2 ഒഡീഷ സ്വദേശികൾ പിടിയിൽ. ബസ്സിൽ കുഴഞ്ഞുവീണ യുവതിക്ക് ചികിത്സയൊരുക്കി ബസ് ജീവനക്കാർ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ജോണീസ് ബസ്സിലാണ് സംഭവം. വാടാനപ്പള്ളി പാലാഴിയിൽ യുവാവിനെ ആക്രമിച്ച് ഒളിവിൽ പോയ വധശ്രമ കേസ് പ്രതിയടക്കം 3 പേരെ കൊടൈക്കനാലിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി പൂവത്തിങ്ങലിൽ ട്യൂഷൻ ക്ലാസിന്റെ മുന്നിൽ വച്ചിരുന്ന സൈക്കിൾ മോഷ്ടിച്ച പ്രതിയെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. ഓണം കഴിഞ്ഞ് പൂവിട്ട ചെണ്ടുമല്ലികൾ ഇപ്പോൾ യാത്രക്കാരുടെ മനം കവരുകയാണ്. തൃശൂർ അമ്മാടം പൂത്തറക്കലിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സംഘാടക സമിതി രൂപീകരിച്ചു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.